സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് അരി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിലായി. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരിയും ആട്ടയും ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ മാസവും 5 മുതൽ വിതരണം ചെയ്യേണ്ട അരി റേഷൻ കടകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. റേഷൻ വിതരണം സ്തംഭിക്കാൻ കാരണം ഈ തൊഴിലാളികളുടെ പ്രശ്നമല്ല. ഇവിടെ കൃത്യസമയത്തിന് കോൺട്രാക്ടർ വണ്ടി ഇടാത്തതും ഉദ്യോഗസ്ഥന്മാരുടെ ഈ റേഷൻ കടകളുടെ അഭിപ്രായ വ്യത്യാസമാണ് വിതരണം നടക്കാത്തത്. സർക്കാർ 3 മാസത്തെ പൈസ അവർക്ക് കൊടുക്കാണ്ട്, അതുകൊണ്ടാണ് അവർ വണ്ടി ഇടാതെന്ന് പറയുന്നത്. അവർക്ക് ഡീസൽ അടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഓടാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള കാശില്ല എന്നാണ് പറയുന്നത്. കരാറുകാരനായ തൃശൂർ സ്വദേശിയാണ് വാഹനത്തിനുള്ള പണം നൽകേണ്ടത്. അരി കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും തൊഴിലാളികളും ഗോഡൌണിന്റെ മുന്നിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും സ്തംഭനാവസ്ഥ തുടരുകയാണ്. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ 60ഓളം തൊഴിലാളികളും 10 വാഹനങ്ങളുമാണ് ഇവിടെയുള്ളത്. എന്നാൽ അരി ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി 3 മാസത്തെ 75 ലക്ഷത്തോളം രൂപ കരാറുകാരന് സർക്കാർ നൽകാനുണ്ട്. കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ 2 താലൂക്കുകളിലെ റേഷൻ കടകളിലേക്കായി 300 ലോഡ് അരിയാണ് സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. സർക്കാർ പണം നൽകുമ്പോൾ തരാമെന്ന നിലപാടാണ് കരാറുകാരനുള്ളതെന്ന് CITU ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി VS സിജു പറഞ്ഞു. കൊറോണ കാലത്ത് തുടങ്ങി വളരെ ഭംഗിയായിട്ട് സപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ 3 മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് 1 രൂപ തരുന്നില്ല. കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ്. മാസങ്ങളായിട്ട് കാശ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പണി നിർത്തി വെച്ചേക്കണം. ഇവിടെ പൈസ കിട്ടാനായിട്ട് ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനൊന്നും പൈസ ഇല്ലാതെ പിന്നെ ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ആൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ള പൈസ അല്ലെങ്കിൽ ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ഡീസലൊക്കെ എടുത്ത് വിടാം, ഞങ്ങൾക്ക് ഡീസലിൽ നിന്നല്ലേ ഓടാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്രയും പൈസ കിട്ടാൻ ഉണ്ടായിട്ട് പോലും അതുപോലെ ആൾ തയ്യാറല്ല. TCV ന്യൂസ് മാള.